നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം മുഖ്യമന്ത്രി അന്നു പറഞ്ഞ വാക്കില്ലേ, ഡാഷ് മോനെ, ആ ഡാഷ് മോൻ വിടാൻ തൽക്കാലം ഉദ്ദേശമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ തുടരെ തുടരെ ഇടുന്ന പോസ്റ്റുകളിലെല്ലാം തന്നെ ഈ ഡാഷ് മോനെ മറക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കാറുണ്ട്. വീട് കൊള്ളയടിക്കുന്നവർ കുറവാ സംഘം, കൊള്ളയടിച്ചിട്ട് ഫ്യൂസും അടിച്ചോണ്ട് പോകുന്നവർ ഡാഷ് സംഘം എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇട്ടിരിക്കുന്നത്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യമില്ലേ? കാരണം നിലവിൽ ഇപ്പോൾ ഇതാ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് വരാൻ പോവുകയാണ്. നമ്മുടെ ശിവൻകുട്ടി ഏപ്രിൽ 5-ാം തീയതി 2024 കാര്യമാണ് പറയുന്നത്. ഏപ്രിൽ 5-ാം തീയതി 2024 ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ഒരു ചോദ്യം, ഈ പവർ കട്ട് എന്ന് കേട്ടിട്ട് എത്ര കാലമായി എന്നുള്ളതാണ്. ചോദിച്ചിട്ട് ഒരു വർഷം അങ്ങോട്ട് തികഞ്ഞില്ല, ഇതാ കിടക്കുന്നു പവർ കട്ടിന്റെ ഘോഷയാത്ര. പവർ കട്ട് ഇപ്പോൾ എങ്ങനെയാണ്? നേരിട്ട് പറഞ്ഞും അല്ലാതെയും, അതായത് ഔദ്യോഗികമായും ഔദ്യോഗികമല്ലാതെയും ഏകദേശം 1.5 മണിക്കൂർ പവർ കട്ടാണ് എന്ന് സാരം. ഇനി രാവിലെ പവർ കട്ട് അല്ലാതെ വെറുതെ കട്ട് ചെയ്യുന്ന ഒരു പതിവ് അത് വേറെയും. അങ്ങനെ നീളുന്നുണ്ട് പവർ കട്ടിന്റെ ഘോഷയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. ആ ഘോഷയാത്ര തന്നെയാണ് ഡാഷ് സംഘം നയിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കൊള്ളയടിച്ചിട്ടും ഫ്യൂസ് അടിച്ചുകൊണ്ട് പോകുന്നത് ഡാഷ് സംഘമെന്നാണ്. തീർച്ചയായിട്ടും അതിൽ പറഞ്ഞ കാര്യത്തിൽ വളരെ ശരി തന്നെയാണ്. സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ തന്നെ 9-നും 9:30-ക്കും 11-നും 10-നും ഒക്കെ തന്നെ കറണ്ട് പോകുമ്പോഴുള്ള മനുഷ്യൻ ഉരുകി ചാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവർ അപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും തന്നെ, അതായത് ഈ കറണ്ട് കട്ട് അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളും സത്യത്തിൽ പറയുന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ: ഇലക്ഷൻ കഴിഞ്ഞ നന്നായി, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു തന്നേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണോ നിങ്ങൾ ഈ പറയുന്ന? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കിടെ ഒരാൾ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: എന്താണ്, അതായത് ചൂട് കൂടുന്നുണ്ട്, അതുകൊണ്ട് ഉപഭോക്താക്കൾ, അതായത് ജനങ്ങൾ കറണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു, റെക്കോർഡ് ഉപയോഗത്തിലേക്കൊക്കെ തന്നെ കറണ്ട് പോകുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഇത്തരത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ കറണ്ട് പോകുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ചൂട് കൂടുമെന്നും വരുന്ന വർഷങ്ങൾ ചൂട് കൂടുമെന്നും ചൂട് കൂടിയാൽ ജനങ്ങൾ സാധാരണ ആശ്രയിക്കുന്നത് ഫാനാണ് എന്നും എല്ലാവർക്കും അറിയാമല്ലോ. പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പകുതി കൂടുതൽ അധികം പേരും ഫാനും ഇട്ട് കീഴിലിരിക്കാൻ സുഖസൗകര്യമുള്ള ആളുകളല്ല. അവർ പലരും തന്നെ പുറം പണിക്ക് പോകുന്നവർ, തൊഴിലുറപ്പിന് പോകുന്നവർ, ഇഷ്ടിക പണിക്ക് പോകുന്നവർ, മുറ്റമടിക്കാൻ പോകുന്നവർ, അങ്ങനെ പല ജോലികളും ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ജോലിക്കാർക്കൊന്നും തന്നെ ഫാൻ ഇട്ട് ഇരിക്കാനുള്ള സമയമില്ല. ബാക്കി വരുന്ന അവശേഷിക്കുന്നവരാണ് ഓഫീസുകളിലും അതുപോലെ തന്നെ വീടുകളിലും അവശേഷിക്കുന്നവരാണ് ഈ ഫാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കാര്യക്ഷമമായിട്ടുള്ള ഒരു സർക്കാർ ആയിരുന്നുവെങ്കിൽ ഈ പറയുന്ന ദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിക്കാൻ പോകുന്നതിൻ്റെ പകുതിയിലധികം പൈസ മുടക്കി മതിയായിരുന്നല്ലോ ഈ പറയുന്നത് പോലെ നമുക്ക് ഒരു സവിശേഷമായിട്ടുള്ള ഇതിന് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുകയും കൂടെ വേണമല്ലോ. മാത്രമല്ല, സ്വന്തമായി കറണ്ട് ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം നമ്മുടെ ഒരു കേരളം എന്ത് ബദൽ മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് 2025-2026 ആയിട്ട് പോലും തീർച്ചയായിട്ടും അത് ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വലിയൊരു ചർച്ച ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം ഉടൻ പിൻവലിക്കാനായേക്കും എന്നുള്ളൊരു ആശ്വാസം KSEB മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ KSEBയുടെ വാക്കുകൾ പ്രത്യേകിച്ച് ആരും തന്നെ മുഖവിലക്കെടുക്കില്ല. പവർ ഗ്രിഡിലെ പ്രതിസന്ധിയെ തുടർന്ന് നിലവിൽ നേരിടുന്ന 200 മെഗാവാട്ടിന്റെ കുറവ് പരിഹരിക്കാനുള്ള നടപടികൾ ഊർജിതമായി തന്നെ നടപ്പാക്കുന്നുണ്ട്. കൂടകുളം ആണവ നിലയത്തിൽ നിലവിലുള്ള 200 മെഗാവാട്ട് വൈദ്യുതി വീണ്ടും ലഭ്യമായി തുടങ്ങിയത് KSEBക്ക് വലിയ ആശ്വാസമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വേനൽമഴ സജീവമാകുന്നതോടുകൂടി വൈദ്യുതി ഉപഭോഗം കുറയുമെന്നും അതോടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്നുമാണ് ബോർഡിന്റെ കണക്കുകൂട്ടൽ. കൂടംകുളം നിലയത്തിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങൾ വൈദ്യുതി വിഹിതം മുടങ്ങിയതായാണ് സംസ്ഥാനത്തെ ലോഡ് ഷെഡിംഗിലേക്ക് നയിച്ചത്. എന്നാൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി അവിടെ നിന്നുള്ള 200 മെഗാവാട്ട് വൈദ്യുതി ഇപ്പോൾ തിരികെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനു പുറമെ പവർ എക്സ്ചേഞ്ച് വഴിയുള്ള കരാറ് പ്രകാരം 150 മെഗാവാട്ട് വൈദ്യുതി കൂടി ലഭ്യമായതോടെ ഗ്രിഡിലെ കടുത്ത സമ്മർദ്ദം കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ പെയ്തു തുടങ്ങിയത് ശുഭസൂചനയാണ് KSEB കാണുന്നത്. മഴ പെയ്യുന്നതോടുകൂടി അന്തരീക്ഷ താപനില കുറയുകയും AC, ഫാൻ എന്നിവയുടെ ഉപയോഗത്തിൽ കുറവ് ഉണ്ടാവുകയും ചെയ്യും. പീക്ക് അവറിലെ അമിത ഉപയോഗം ഇല്ലാതായാൽ ലോഡ് ഷെഡിംഗ് തുടരേണ്ടി വരില്ലെന്നാണ് ഉന്നതതല യോഗം വിലയിരുത്തിയത്. മെയ് ആദ്യവാരത്തിൽ വീണ്ടും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്.
മാത്രമല്ല ഇത് മുൻകൂട്ടി കണ്ട പവർ എക്സ്ചേഞ്ച് വഴി 250 മെഗാവാട്ട് അധിക വൈദ്യുതിക്കായി KSEB അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ വൈദ്യുതി കൂടി പൂർണ്ണമായി ലഭിച്ചു തുടങ്ങുന്നതോടെ ഉഷ്ണതരംഗം ഉണ്ടായാൽ പോലും ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ. നിലവിൽ വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസരണ ശൃംഖല തകരാറിൽ ആകുന്നത് ഒഴിവാക്കാനാണ് ഈ നിയന്ത്രണമെന്ന് KSEB വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ ചില ഇടങ്ങളിൽ ഈ KSEB കൃത്യമായി തന്നെ ഈ അരമണിക്കൂറിൽ കൂടുതൽ കറണ്ട് കട്ട് ലോഡ് ഷെഡിംഗ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ KSEBയുടെ ഓഫീസിൽ പോയി പ്രതിഷേധിക്കുന്ന നാട്ടുകാരെ കണ്ടിരുന്നു. രാത്രി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവർ കറണ്ട് ഓണാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് KSEB ഓഫീസിൽ തന്നെ പോയി ഇവർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 10 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഔദ്യോഗികമായി വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വേനൽക്കാലം മുന്നിൽ കണ്ടുള്ള കൃത്യമായ ആസൂത്രണം KSEB നടത്തിയില്ല എന്ന് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ വിമർശിച്ചു. കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള അനുമതി കമ്മീഷൻ നൽകിയെങ്കിലും മാർക്കറ്റിൽ വൈദ്യുതി ലഭ്യമല്ലാത്ത സാഹചര്യം KSEBയെ വലച്ചിരുന്നു. പ്രകൃതിയുടെ ചതി മൂലമാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതെന്നാണ് മന്ത്രിയുടെ വാദം. ഇനി പ്രകൃതിയെ പഴിച്ചാൽ മതിയല്ലോ, അല്ലാതെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ സ്രോതസ് ഉപയോഗിച്ച് മനുഷ്യനെ പൂർണ്ണമായി അവന്റെ കഴിവ് ഉപയോഗിച്ച് ഇതിനൊരു ബദൽ മാർഗം കണ്ടെത്താൻ തൽക്കാലം മന്ത്രിക്കോ ആർക്കും സമയമില്ല എന്ന് കൂടി എടുത്തു പറയുന്നു. പ്രകൃതിയാണ് ചതിച്ചത്, അല്ലാതെ മന്ത്രിമാരോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ പറയുന്ന ഡാഷ് സംഘമോ ഒന്നുമല്ല കേട്ടോ ചതിച്ചത്. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ഗതികേട് അല്ലാതെ ഇനി മറ്റൊന്നും പറയാനില്ല എന്നാണ് ജനങ്ങളുടെ പൊതു അഭിപ്രായം.